സാധാരണ നമ്മളുടെ ബ്രാൻഡുകളിൽ 40-42 വരെയൊക്കെയുള്ള മാക്സിമം സൈസുകളെ സ്പോർട്സ് ബ്രാകളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം അതിന് മുകളിലുള്ള സൈസുകളിൽ സ്പോർട്സ് ബ്രാ വേണ്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് സ്പോർട്സ് ബ്രാ എടുത്തിട്ടുണ്ട്. അതായത് 46 വരെയുള്ള സൈസുകളിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്, നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. 3 ലെവൽ ടൈറ്റനിങ്, അതായത് 3 ലെവൽ കംപ്രഷൻ എഫക്റ്റ് നമുക്ക് ഈ ഒരു ബ്രായിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള ഏത് ലെവലിലുള്ള കംപ്രഷനാണോ, ലോ ഇമ്പാക്റ്റ് ആണോ വേണ്ടത്, മീഡിയം ആണോ വേണ്ടത്, ഹൈ ആണോ വേണ്ടത് അനുസരിച്ച് ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ട്രാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിൽ ഹുക്കിൻ്റെ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഇന്നർ വേൾഡ് മലയാളം. നമുക്കിന്ന് സ്പോർട്സ് ബ്രയെ പറ്റി കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം. സ്പോർട്സ് ബ്ര എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ബ്രസ്റ്റിന് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രായാണ് സ്പോർട്സ് ബ്ര. സ്പോർട്സ് ബ്ര പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഈ തരം തിരിക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് തരം തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് നമ്മളുടെ ബ്രസ്റ്റിൽ എത്രത്തോളം ഇമ്പാക്റ്റ് വരുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് ലോ ഇമ്പാക്റ്റ് എന്നും മീഡിയം ഇമ്പാക്റ്റ് എന്നും ഹൈ ഇമ്പാക്റ്റ് എന്നും 3 തരത്തിൽ സ്പോർട്സ് ബ്ര തിരിച്ചേക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നടക്കുമ്പോഴോ യോഗ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ബൗൺസ് ചെയ്യുന്നത് വളരെ ലോ അല്ലെങ്കിൽ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് ലോ ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ്. ഇനിയിപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ്, പവർ സൈക്ലിംഗ്, കരാട്ടെ, കുങ്ഫു പോലുള്ള മാർഷ്യൽ ആർട്സും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് യോഗയും അല്ലെങ്കിൽ വാക്കിങ്ങും ഒക്കെ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ബ്രസ്റ്റ് ബൗൺസ് ആവുന്നതും കൂടും. അതായത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മളുടെ ബ്രസ്റ്റിൽ കൊടുക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലോയിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ മീഡിയം ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ പറയുന്നത്, റണ്ണിങ് അല്ലെങ്കിൽ ജമ്പിങ്, സുംബ ഡാൻസിങ്ങില്ലേ, പിന്നെ സ്കിപ്പിംഗ്, പിന്നെ ജമ്പിങ് ജാക്സും, പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതും, പിന്നെ ഈ പറയുന്ന എന്താ പറയുന്നത് സ്പോർട്സ് ഐറ്റംസ് പറയുന്ന പോലെ വോളിബോള്, ബാഡ്മിൻ്റൺ, ടെന്നീസ്, ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മളുടെ ബ്രസ്റ്റ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണും സൈഡ് വൈസും ഒക്കെ ബൗൺസ് ചെയ്യുന്നത് ഒത്തിരി ഹൈ ആയിരിക്കും. അതായത് ഈ ആക്ടിവിറ്റീസ് നമ്മളുടെ ബ്രസ്റ്റിൽ വരുത്തുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് ഹൈ ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അതിന് വേണ്ട സപ്പോർട്ട് നൽകുന്ന സ്പോർട്സ് ബ്ര ധരിക്കേണ്ടത് എന്തിനാണെന്ന് ഒന്ന് നോക്കാം. അതായത് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളുടെ ബ്രസ്റ്റിൻ്റെ അനാട്ടമി അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഘടന എന്താണെന്ന് അറിയണം. ബ്രസ്റ്റിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മളുടെ സോഫ്റ്റ് ടിഷ്യൂസ് ആണ്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലിഗമെന്റ്സ് ആണ്, പിന്നെ ഫാറ്റ് ഉണ്ട്, അതിൻ്റെ ആ ഒരു ഗ്യാപ്പുകളിൽ ഫാറ്റും ഉണ്ട്. ഇപ്പം നമ്മളുടെ ബോഡിക്ക് ഫുൾ എന്താ പറയുക, ഈ കാണുന്ന ഒരു ഷേപ്പ് നൽകുന്നത് നമ്മളുടെ സ്കെൽറ്റൽ സിസ്റ്റം ആണല്ലോ. അതായത് എല്ലുകൾ നമ്മളുടെ കൈക്ക് അല്ലെങ്കിൽ ഈ വിരലുകൾക്ക് അല്ലെങ്കിൽ മുഖത്തിനൊക്കെ ഈ ഒരു ഷേപ്പ് നൽകുന്നത്, അതിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് എല്ലുകളാണ്. അതിന് എല്ലുകൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ലിഗമെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ബ്രസ്റ്റിന്റെ കേസിലെന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലുകളില്ല. ആകെ ബ്രസ്റ്റിന്റെ ഷേപ്പ് നൽകുന്ന അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഈ ലിഗമെന്റ്സ് മാത്രമാണ്. നമ്മളിപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വേണ്ട രീതിയിലുള്ള സപ്പോർട്ടായിട്ടുള്ള സ്പോർട്സ് ബ്ര ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളുടെ ബ്രസ്റ്റ് ബൗൺസ് ആകും. ആ ഒരു ബൗൺസിങ്ങിൽ നമ്മളുടെ ലിഗമെന്റ്സിന് കൂടുതൽ പ്രഷർ, അതിന് താങ്ങാവുന്നതിലും കൂടുതൽ പ്രഷർ ലിഗമെന്റ്സിൽ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലിഗമെന്റ്സ്, നമ്മളുടെ ബ്രസ്റ്റിന്റെ മെയിൻ സപ്പോർട്ട് ചെയ്യുന്നത് ലിഗമെന്റ്സ് ആണല്ലോ, ആ ഒരു ലിഗമെന്റ്സിന് ടിയർ സംഭവിക്കും, അല്ലെങ്കിൽ അത് കൂടുതൽ സ്ട്രെച്ച് ആയി പോവും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ നമ്മളുടെ ഈ ബ്രസ്റ്റ് ടിഷ്യൂസ്, അതായത് ബ്രസ്റ്റ് ഈ ചെസ്റ്റ് വോളിൽ നിന്ന് താഴോട്ട് തൂങ്ങാനും, അതായത് സാഗ് ആവാനും, അതിൻ്റെ ഒരു ഫേം ആയിട്ടുള്ള ഒരു ഷേപ്പ് നഷ്ടപ്പെട്ട് ഷേപ്പ്ലെസ് ആവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള കേസുകൾ, അതായത് ഇങ്ങനെയുള്ള സ്ട്രെച്ച് ആയി പോവുക അല്ലെങ്കിൽ സാഗായി പോവുക എന്നുള്ള കേസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോർട്സ് ബ്ര ധരിക്കുന്നത്. അപ്പോൾ വൺസ് നമ്മളുടെ ബ്രസ്റ്റ് ഇങ്ങനെ സാഗായി പോയി കഴിഞ്ഞാൽ അത് പഴയ ഷേപ്പിലോട്ട് ആകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരുത്താനാണ് നമ്മൾ നോക്കേണ്ടത്.
ഇപ്പോൾ നമ്മളിപ്പോൾ അതാത് ആക്ടിവിറ്റീസ് ഇപ്പം ഹൈ ഇമ്പാക്ട് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ ധരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ അതാത് ആക്ടിവിറ്റീസ്, ഏത് ആക്ടിവിറ്റീസ് ഹൈ ആണോ ലോ ആണോ മീഡിയം നമുക്കറിയാലോ. ഏത് ടൈപ്പിലുള്ള ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് അതിന് വേണ്ട രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള സ്പോർട്സ് ബ്രാ തന്നെ ധരിക്കണം. ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ ബ്രസ്റ്റ് സാഗാവുന്നത്. ബ്രസ്റ്റ് സാഗാവാൻ പല പല കേസുകളുണ്ട്. അതായത് ഇപ്പം ഏജ് കൂടുന്തോറും, അതായത് നമ്മൾ പ്രായമാവും തോറും ഈ ലിഗമെന്റ്സിന്റെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെടും. അങ്ങനെയുള്ള കേസുകളിലും ബ്രസ്റ്റ് സാഗാവും. പിന്നെയുള്ള കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, വണ്ണം വെക്കുക. അപ്പം ബോഡിക്ക് വെയിറ്റ് കൂടുമ്പം നമ്മളുടെ ഇതിനകത്ത് ഫാറ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫാറ്റ് ടിഷ്യൂസ് കൂടുന്തോറും ആ ഒരു ഫാറ്റിന്റെ വെയിറ്റ് നമുക്ക് ലിഗമെന്റ്സിന് താങ്ങാവുന്നതിലും കൂടുതലാകുന്ന കേസിലും ബ്രസ്റ്റ് ഇടിഞ്ഞു തൂങ്ങി സാഗായിട്ട് വരും. നമുക്കിനി നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പോർട്സ് ബ്രാകളുടെ വിവിധ മോഡലുകളൊന്ന് പരിചയപ്പെടാം. ഞാൻ ഈ വീഡിയോയിൽ മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്രായും ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്രായുടെയും മോഡലുകളെ കാണിക്കുന്നുള്ളൂ. അതായത് ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്രായിൽ ഒത്തിരി മോഡലുകൾ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലോ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. അതിന് മുന്നേ ജസ്റ്റ് ലോ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു ലോ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ആണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ആക്ടിവിറ്റീസ് കുറഞ്ഞ കേസിലാണ് നമ്മൾ ലോ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ തന്നെ ആ ഒരു നമ്മളുടെ ബ്രസ്റ്റിൻ്റെ പോർഷനിൽ ഒരു കംപ്രഷൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ആണ് വരുന്നത്. അപ്പോൾ താഴേന്ന് നല്ലൊരു സപ്പോർട്ടാണ് വേണ്ടത്. അതായത് താഴെയുള്ള ബാൻഡ് നല്ല സപ്പോർട്ടായിട്ടുള്ളൊരു വീതിയുള്ള നല്ല ബാൻഡായിരിക്കും. ഇത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലായിരിക്കും. അതായത് ലോ ഇമ്പാക്റ്റ് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ യോഗ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കംപ്രഷനിലുള്ളൊരു സ്പോർട്സ് ബ്രാ ഇട്ട് വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതായത് യോഗ ഇപ്പം ലോ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ കേസ് ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരിക്കും അത് ഓപ്പോസിറ്റ് എഫക്റ്റാണ് വരുന്നത്. നമ്മളിപ്പം യോഗ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ടുള്ള ഇതില്ല. അപ്പം ഹൈ ഇമ്പാക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് യോഗ ചെയ്യുകയാണെങ്കിൽ കംപ്രസ് ആയിട്ടിരിക്കും, നമുക്കൊരു ഫ്രീ ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റില്ല. മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാകളൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മളുടെ ആദ്യത്തെ മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ആണ്. വാൻ ഹുസൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു സ്പോർട്സ് ബ്രാ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായും ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ലോയിൽ സെപ്പറേറ്റ് കപ്പ് ഡിവിഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഈ മീഡിയത്തിൽ വരുമ്പോഴത്തേക്കും സെപ്പറേറ്റ് കപ്പ് ഡിവിഷൻ ഇല്ലെങ്കിലും ചെറുതായിട്ട് ഒരു കപ്പ് ഡിവിഷൻ്റെ ഒരു സെപ്പറേഷൻ അവിടെ ഉണ്ട്. ഒരു നടുക്കൂടെ ഒരു ജസ്റ്റ് സ്റ്റിച്ച് വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കപ്പില്ല, ഒരു നടുക്കുന്ന ഒരു കപ്പിൻ്റെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ കാണുമ്പോൾ മനസ്സിലാവും നടക്കുന്നുണ്ട്. ഇത് ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് പാഡഡ് മോഡലാണ്. അതായത് വെരി തിന്നായിട്ടുള്ളൊരു പാഡാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കപ്പ് സെപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത്. ആ ഒരു സ്റ്റിച്ച് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഒരു കപ്പ് ഡിവിഷനാണ് അകത്ത് വരുന്നത്. ഇതിൻ്റെ പുറമേ ഒരു ലെയർ മെറ്റീരിയലും കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ വരുമ്പോഴത്തേക്കും റേസർ ബാക്കാണ് വരുന്നത്. ബാക്കിൽ ഹുക്കുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പ്. റേസർ ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ബാക്കിലുള്ള നെക്കിനാണ് പറയുന്നത് റേസർ ബാക്ക് എന്ന് വെച്ചാൽ. അല്ലാത്തത് നമ്മൾ റെഗുലർ ബാക്ക് വരും. ഇത് റേസർ ബാക്ക് വരുന്നത്. ഇതിൻ്റെ സ്ട്രാപ്പ് വരുമ്പോഴത്തേക്കും നല്ല ബ്രോഡായിട്ടുള്ളതാണ്, അഡ്ജസ്റ്റബിൾ അല്ല. ബാക്കിലുള്ള ബാൻഡ് മാത്രമാണ് അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്നത്. ഇതിന് നമ്മളുടെ സൈസ് വരുമ്പോഴത്തേക്കും സ്മോൾ തൊട്ട് എക്സൽ വരെ അവൈലബിൾ ആണ്. സ്മോൾ തൊട്ട് ലാർജ് വരെ. പ്രൈസ് വരുമ്പോഴത്തേക്കും 799 രൂപയാണ്. എക്സലിന് മാത്രം 829 ആണ്. 3 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഈ 3 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ 3 കളേഴ്സ് വരും. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ മോഡലൊന്ന് നോക്കാം. വാൻ ഹുസൈൻ്റെ തന്നെ മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായിലെ രണ്ടാമത്തെ മോഡലാണിത്. ഇത് വരുമ്പോഴത്തേക്കും ഈ ഒരു പാറ്റേൺ. ഇതിൻ്റെ കപ്പ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നടുക്ക് സെപ്പറേഷൻ അല്ല വരുന്നത്, ചെറിയൊരു മോൾഡഡ്, അതായത് ചെറിയൊരു മോൾഡിങ് ആയിട്ടാണ് കപ്പ് ഡിവിഷൻ വരുന്നത്. അതായത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല, ജസ്റ്റ് ഒരു മോൾഡിങ് ആയിട്ടാണ് വരുന്നത്. അകത്ത് നോക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സെപ്പറേഷനായിട്ടുള്ള ഒരു സ്റ്റിച്ച് കാണാൻ പറ്റും. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ
ലോ ഇമ്പാക്റ്റിനെ അപേക്ഷിച്ച് മീഡിയം ഇമ്പാക്റ്റ് അത്രയും സ്ട്രെച്ചബിൾ അല്ല. അതായത് നമ്മൾ ഇപ്പോൾ ട്രെഡ്മിൽ എക്സസൈസ് അല്ലെങ്കിൽ ഡാൻസിങ് അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണല്ലോ മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യുന്നത്. അപ്പം അത് അത്രയും ലോ ഇമ്പാക്റ്റിൻ്റെ അത്രയും സ്ട്രെച്ചബിൾ ആയിരിക്കത്തില്ല. മെറ്റീരിയൽ കുറച്ചുകൂടെ സ്ട്രെച്ചബിൾ അല്ലാത്തായിരിക്കും. ഇതിപ്പോൾ ഇത്രയും മാക്സിമം വലിയുന്നുള്ളൂ, അധികം വലിയുന്ന ടൈപ്പല്ല. ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ നല്ല ബ്രോഡായിട്ടുള്ള ബാൻഡായിരിക്കും, അധികം സ്ട്രെച്ചബിൾ അല്ലാത്ത. അതായത് നമ്മൾ ഈ മീഡിയം ഇമ്പാക്റ്റ് ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള രീതിയിലുള്ളതായിരിക്കും. ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പായിരിക്കും, അഡ്ജസ്റ്റബിൾ അല്ല, ബ്രോഡ് സ്ട്രാപ്പാണ്. ബാക്ക് വരുമ്പോഴത്തേക്കും റെഗുലർ ബാക്കാണ്. നമ്മൾ ആദ്യം കണ്ട മോഡലിൽ റൈസർ ബാക്കായിരുന്നു, ഇത് വരുമ്പോഴത്തേക്കും റെഗുലർ ബാക്കാണ്. സൈഡിൽ ബ്രോഡായിട്ടുള്ള ഇത് വിങ്സ് പോർഷൻ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു മോഡൽ. നമ്മൾ സ്മോൾ തൊട്ട് എക്സൽ വരെ അവൈലബിൾ ആണ്. സ്മോൾ തൊട്ട് ലാർജ് വരെ 629, എക്സലിന് 659 രൂപയാണ്. ഈ ഒരു മോഡലിൽ 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഈ 3 കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ബ്ലൂ തന്നെ 2 ഷെയ്ഡിലും പീച്ച്. നമ്മളുടെ അടുത്ത മോഡലാണിത്. ജോക്കി ബ്രാൻഡിലാണ് വരുന്നത്. ഇതിൻ്റെ കപ്പ് സെപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റായിട്ടുള്ളൊരു മോൾഡിങ് രീതിയിലാണ് ഇതിൻ്റെ കപ്പ് സെപ്പറേഷൻ വരുന്നത്. ഈ ഒരു പാറ്റേൺ. ബാക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ റെഗുലർ ബാക്കാണ് വരുന്നത്. താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാൻഡും ഉണ്ട്, അധികം സ്ട്രെച്ചബിൾ അല്ലാത്ത. ഈ ഒരു ഇതിൽ കാണിക്കാൻ വിങ്സ് പോർഷൻ നല്ല കവറേജ് ഇത്രയും വരും. ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും റെഗുലർ ബാക്കാണ്, നല്ല വീതിയുള്ള ബാക്കാണ് വരുന്നത്. ഇതിൽ ബാക്കിൽ ഇങ്ങനെ ഹുക്ക് അഡ്ജസ്റ്റബിൾ ഇല്ല, സ്ട്രാപ്പും അഡ്ജസ്റ്റബിൾ അല്ല, ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പായിരിക്കും. ഇത് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് 2-3 ടൈപ്പുകളിലുണ്ട്. അതായത് ഡബിൾ ഷെയ്ഡ് രീതിയിലുണ്ട്, മെലാഞ്ചെ ഫാബ്രിക്കിലുണ്ട്, പ്ലെയിൻ കളേഴ്സിലുണ്ട്. ഇപ്പോൾ ഈ ഒരു പാറ്റേൺ, ഇതിൻ്റെ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്നത് ഡബിൾ ഷെയ്ഡ് മെത്തേഡിലാണ്. ഡബിൾ ഷെയ്ഡ് മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ 3 കളേഴ്സ് ഉണ്ട്. റൂബി കളറുണ്ട്, ഗ്രേ ഉണ്ട്, പർപ്പിളുണ്ട്, 3 കളേഴ്സുണ്ട്. പ്ലെയിൻ കളേഴ്സ് വരുമ്പോഴത്തേക്കും ഈ ഒരു പിങ്ക് എന്ന് പറയുമ്പോൾ മെലാഞ്ചെ ഫാബ്രിക്കാണ് വരുന്നത്. ഈ അല്ലാത്ത ഓരോ പ്ലെയിൻ കളേഴ്സ് വരുമ്പോഴത്തേക്കും വൈൻ കളറുണ്ട്. ഇനി പല പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ. ഒരു 8-10 കളേഴ്സ് ഷെയ്ഡുകളിൽ നമ്മളുടെ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. സൈസ് അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്മോൾ തൊട്ട് 2XL സൈസ് വരെ അവൈലബിൾ ആണ്. സ്മോൾ തൊട്ട് ലാർജ് വരെ 579 രൂപ, എക്സൽ വരുമ്പോൾ 589 രൂപ, 2XL വരുമ്പോൾ 599 രൂപയാണ് വില. ഈ ജോക്കി സ്മോൾ തൊട്ട് 2XL വരെ അവൈലബിൾ എന്ന് പറഞ്ഞില്ലേ. സ്മോൾ തൊട്ട് 2XL എന്ന് പറയുമ്പോഴത്തേക്ക്, സ്മോൾ എന്ന് പറയുമ്പോഴത്തേക്ക് 32Bയും Cയും കപ്പുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും. 2XL വരുമ്പോഴത്തേക്കും 40Bയും Cയും കപ്പുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും. മാനൂസിനും ഈ ജോക്കി ഏകദേശം ഓൾമോസ്റ്റ് സെയിം സൈസ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത്. മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്രായിൽ അടുത്തൊരു മോഡലാണ് ഇത്. ഇത് നമ്മൾ ഷേപ്പ് വെയർ ബ്രാൻഡ് ഉണ്ടല്ലോ, ഡെർമ വെയർ, ഇന്ത്യയിലെ തന്നെ ലീഡിങ് ആയിട്ടുള്ള ഷേപ്പ് വെയർ ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. ഇത് വരുമ്പോഴത്തേക്കും നമ്മളുടെ കപ്പ് സെപ്പറേഷൻ ഇതുപോലെ നടുക്കൂടെ ഒരു സ്റ്റിച്ചാണ് വരുന്നത്. ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലൈറ്റ് പാഡ് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്നതല്ല, അകത്ത് സെപ്പറേറ്റ് ആയിട്ട് പാഡ് ഇൻസേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ബാക്ക് വരുമ്പോഴത്തേക്കും റേസർ ബാക്കാണ്. ബാക്കിൽ ഇങ്ങനെ സ്വെറ്റ് ഫ്രീ, അതായത് നമുക്കൊരു വിയർക്കുന്ന ആ ഒരു ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ എയർ സർക്കുലേഷൻ, ഒരു വിൻഡോയും കൂടെ ഉണ്ട്. ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുമ്പോൾ ഇത്ര വരും. ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പാണ്, സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ അല്ല. വിങ്സ് വരുമ്പോഴത്തേക്കും ഈ ഒരു വീതിയിലാണ് വരുന്നത്. ബാക്കിൽ വരുന്നത് ഇങ്ങനെ റേസർ ബാക്കാണ്. ഇത് ഇവിടെ ഒരു ചെറിയൊരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ളൊരു വിൻഡോ ഉണ്ട്. ഇത് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ളത് 3 കളേഴ്സിലാണ്. ഇങ്ങനെ ഡബിൾ ഷെയ്ഡിൽ പിങ്കും ബ്ലാക്കും കൂടെ വരും, ഗ്രേയും ബ്ലാക്കും കൂടെ വരും, പിന്നെ പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട് വരും. അവൈലബിൾ സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം തൊട്ട് 3XL വരെ അവൈലബിൾ ആണ്. മീഡിയം തൊട്ട് എക്സൽ വരെ, അതായത് മീഡിയം തൊട്ട് എക്സൽ വരെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 599 രൂപയാണ്. 2XLനും 3XLനും 649 രൂപയാണ്. ഇതിൻ്റെ മീഡിയം ടു 3XL എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജോക്കിയിൽ സ്മോൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ മീഡിയം എടുക്കേണ്ടി വരും.
ആ ഒരു സൈസ് ഡിഫറൻസ് ഇതിനുണ്ട്. ഒത്തിരി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. ജോക്കീനെയും വാനൂസേനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പം ജോക്കി വാനൂസേൻ സ്മോൾ എടുക്കുന്നവർ ഇതിൽ മീഡിയം എടുക്കേണ്ടി വരും. അതായത് ജോക്കി വാനൂസേൻ്റെ 2XL എടുക്കേണ്ടവർ ഇതിലെടുക്കുമ്പോഴത്തേക്കും 3XL എടുക്കേണ്ടി വരും. ഇത് നമ്മളുടെ മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്രയിലെ അടുത്ത മോഡലാണ്. ഇതും ഡെർമാവെയറിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് വരുമ്പോഴത്തേക്കും പാഡഡ് അല്ല, സാധാ സ്പോർട്സ് ബ്ര ആണ്, സാധാ മീഡിയം സ്പോർട്സ് ബ്ര ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും മോൾഡഡ് ആയിട്ടുള്ള ഷേപ്പിംഗ് ആണ് വരുന്നത്. ഇത് ഇങ്ങനെ വരും, മോൾഡഡ് ആയിട്ടുള്ള കപ്പ് സെപ്പറേഷനാണ് വരുന്നത്. വീതിയുള്ള സ്ട്രാപ്പാണ് വരുന്നത്, അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പല്ല. ബാക്കിൽ വരുമ്പോഴത്തേക്കും റെഗുലർ ബാക്കാണ് വരുന്നത്. ഈ ഒരു ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും ഗ്രേ ഷെയ്ഡിലും പിന്നെ ഒരു പിങ്കും ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലും അവൈലബിൾ ആണ്. വൈറ്റ് നമ്മൾ എല്ലാ സൈസുകളിലും അവൈലബിൾ അല്ല, നമ്മൾ എൻക്വയറി അനുസരിച്ചിട്ടാണ് വൈറ്റ് നമ്മൾ വരുത്തി കൊടുക്കുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്മോൾ തൊട്ട് 3XL വരെ അവൈലബിൾ ആണ്. സ്മോൾ തൊട്ട് XL വരെ 549 രൂപയും 2XL വരുമ്പോഴത്തേക്കും 599 രൂപയും 3XL വരുമ്പം 649 രൂപയാണ് വില. ഇതാണ് ഒരു 2XL സൈസിൻ്റെ സൈസ് വരുന്നത്. മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്രയിൽ തന്നെ നമ്മൾ ഡെർമാവെയറിൻ്റെ മൂന്നാമത്തെ പ്രൊഡക്റ്റാണ്. അതായത് ഒരു പുതിയ മോഡലാണ് നമ്മളുടെ ഈ ഒരു സ്പോർട്സ് ബ്ര വരുന്നത്. അതായത് മീഡിയം ഇമ്പാക്റ്റിൽ തന്നെ നല്ല സപ്പോർട്ടുള്ള ഒരു സ്പോർട്സ് ബ്ര ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സിബുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള പാഡഡ്, അതായത് പാഡഡായിട്ടുള്ളൊരു സ്പോർട്സ് ബ്ര ആണ്. സെപ്പറേറ്റ് ഇത് കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് സിബ് ഊരാൻ പറ്റും. ഫ്രണ്ട് ഓപ്പൺ കംപ്ലീറ്റ് ആയിട്ട് ഊരി സിബ് കംപ്ലീറ്റ് ഊരാൻ പറ്റും. സിബ് ഇങ്ങനെ ഊരിപ്പോകുമെന്നൊരു പേടി വേണ്ട. ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഹുക്കും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ കപ്പുകൾ എന്ന് വെച്ചാൽ കപ്പ്, അതായത് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. രണ്ട് സൈഡിലും റിമൂവബിൾ ആയിട്ടുള്ള കപ്പ് നമുക്ക് ഇൻസേർട്ട് ചെയ്യുകയും ഊരുകയും ചെയ്യാൻ പറ്റും. അതായത് കപ്പ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് പാഡഡ് ആയിട്ടുള്ളൊരു കപ്പായിരിക്കും വരുന്നത്. ഈ ഒരു കപ്പ് ഇത് സൈസ് അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും മീഡിയം തൊട്ട് 2XL വരെ സൈസ് അവൈലബിൾ ആണ്. മീഡിയം തൊട്ട് XL വരെ 649 രൂപയും 2XLന് 699 രൂപയാണ്. കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് വരുന്നത്. ഈ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ്. സാധാരണ നമ്മളുടെ ബ്രാൻഡുകളിൽ 40, 42 വരെയൊക്കെയുള്ള മാക്സിമം സൈസുകളെ സ്പോർട്സ് ബ്രകളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം അതിന് മുകളിലുള്ള സൈസുകളിൽ സ്പോർട്സ് ബ്ര വേണ്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് സ്പോർട്സ് ബ്ര എടുത്തിട്ടുണ്ട്. അതായത് 46 വരെയുള്ള സൈസുകളിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്, നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. 46 40 തൊട്ട് 46 വരെ D കപ്പിലും E കപ്പിലും അവൈലബിൾ ആണ്. രണ്ട് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇതാണ് ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ. ഇത് ഈ ഒരു സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 44E കപ്പാണ്. ഇതിൻ്റെ മോൾഡഡ് ആയിട്ടുള്ള കപ്പായിരിക്കും വരുന്നത്. ചെറിയൊരു കപ്പ് സെപ്പറേഷൻ. മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്ര ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ടുള്ളൊരു കപ്പ് സെപ്പറേഷനുള്ളൂ. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കപ്പായിട്ടല്ല, ലൈറ്റായിട്ട് ഒരു കപ്പ് സെപ്പറേഷൻ. ബാക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ റേസർ ബാക്കാണ് വരുന്നത്. ഇത് എയർ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോയും വരുന്നു. ബാക്കിൽ വരുന്ന ഹുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹുക്കാണ് വരുന്നത്. 3 ഹുക്കാണ് വരുന്നത്. നല്ല ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പുമാണ് വരുന്നത്. ഈ ഒരു മോഡൽ 44E ആണ്. ഇത് രണ്ടാമത്തെ കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്കിൻ കളറാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ടാമത്തെ കളറ്. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും 46D കപ്പാണ്. ഇതിൻ്റെ സെയിം തന്നെയാണ്. ഞാൻ കപ്പ് രണ്ട് സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈസ് 44Eയും ഇത് 46Dയും എടുത്തേക്കുന്നത്. ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1200 തൊട്ട് 1400 വരെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. D കപ്പ് നമ്മളുടെ കയ്യിൽ 40 തൊട്ട് 46 വരെയും E കപ്പ് 38 മുതൽ 46 വരെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് മുകളിലോട്ടുള്ള കപ്പ് സൈസോ അല്ലെങ്കിൽ സൈസുകളോ വേണ്ടവർക്ക് നമ്മളോട് പ്രത്യേകം പറയുവാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രകളാണ് പരിചയപ്പെടുത്തുന്നത്. അതിലുള്ള ഒരേ ഒരു മോഡലാണ് നമ്മളുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു മോഡലാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്ര ആണ്. അതിൻ്റെ കൂടെ തന്നെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നോർമൽ ബ്ര ആയിട്ട്, റെഗുലർ ബ്ര ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ലോ ഇമ്പാക്റ്റ് ബ്ര ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, സ്പോർട്സ് ബ്ര ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്ര ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും,
ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായിൽ ഒരു കപ്പ് സെപ്പറേഷൻ സെപ്പറേറ്റ് ആയിട്ട് കാണും. അതായത് ഓരോ ബ്രസ്റ്റിനും പ്രത്യേകം സപ്പോർട്ട് കൊടുത്ത്, അതായത് ഓരോ ബ്രസ്റ്റും ബൗൺസ് ചെയ്യുന്നത് നല്ലതായിട്ട് തടഞ്ഞിട്ടുള്ള രീതിയിലുള്ളതാണ് ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായുടെ പ്രത്യേകത വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് നല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സ്ട്രാപ്പും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മൂന്ന് ലെവലിലുള്ള ടൈറ്റനിങ് ആണ് ഈ ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ലെയർ മാറ്റുവാണെങ്കിൽ, അതായത് താഴോട്ട് മാറ്റുവാണെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു സെപ്പറേഷനാണ് വരുന്നത്. ഇത് ഞാൻ അടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ റെഗുലർ ബ്രായുടെ പോലെ ഇങ്ങനെ ഒരു കപ്പ് സെപ്പറേഷനായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അകത്തൂടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ സ്റ്റിച്ച് പോയേക്കുന്നത് കണ്ടോ, ഒരു ക്രോസ് ആയിട്ടുള്ള രീതിയിൽ. അതായത് ഈ ഒരു റൈറ്റ് സൈഡിലെ വെയിറ്റ് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലോട്ടും ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിൻ്റേത് റൈറ്റ് സൈഡിൽ ഷോൾഡറിലോട്ടുമാണ് പോകുന്നത്. അതായത് ക്രോസ് ആയിട്ടുള്ള രീതിയിൽ. അതായത് നമ്മളൊരു ക്രോസ് ആയിട്ട് നിൽക്കുമ്പം നല്ല ബലത്തോടെ നിൽക്കത്തില്ല, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് പോയേക്കുന്ന രീതി തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള, അതായത് ലെഫ്റ്റിലേത് റൈറ്റ് ഷോൾഡറിലോട്ടും റൈറ്റിലേത് ലെഫ്റ്റിലോട്ടും പോകുന്ന രീതിയിൽ ക്രോസ് ആയിട്ടാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രെങ്തനിങ് വരുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ ലോ ഇമ്പാക്റ്റും മീഡിയം ഇമ്പാക്റ്റും എങ്ങനെയാണ് ഇടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിലത്തെ ഈ ഒരു ലെയറിലാണ് നമ്മളിത് ലോ ആണോ മീഡിയം ആണോ ഹൈ ആണോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 4 സെപ്പറേറ്റ് ഓപ്ഷനുകളുണ്ട്. ഈ ഒരു ഹുക്ക് നമ്മളിവിടെ ഈ ഒരു ഫസ്റ്റ് വണ്ണിലിടുവാണെങ്കിൽ നമുക്ക് റെഗുലർ ബ്രാ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ നമ്മളുടെ നടക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ. അടുത്ത ലെവലിൽ, അതായത് ഒരു രണ്ടാമത്തെ ലെവലിലോട്ട് കയറ്റിയിടുമ്പോഴത്തേക്കും ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, ഇത് മുകളിലോട്ട് കുറച്ചുകൂടെ വലിഞ്ഞില്ലേ, ഇത് ലോ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായുടെ ഓപ്ഷനായിട്ട് വരും. ഇനി അത് അവിടുന്ന് മാറ്റി മൂന്നാമത്തേലോട്ട് ഇടുമ്പം മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ആയിട്ട് വരും. അതായത് ലോയേക്കാളും കുറച്ചുകൂടെ കംപ്രഷൻ അവിടെ വരുന്നുണ്ട്. അത് മാറി നമ്മൾ ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിലോട്ട് ഇതിടുമ്പം ഇത് ഹൈ ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് ഇവിടുന്ന് എത്രത്തോളം വേണോ ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്ട്രാപ്പ് ഷോൾഡർ ലെവലിലും എത്രത്തോളം ടൈറ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിൽ വരുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ലെവൽ ടൈറ്റനിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കംപ്രഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടോ, ഇതിൽ 5 ഹുക്കിൻ്റെ നമുക്കൊരു സപ്പോർട്ടാണ് ബാക്കിൽ വരുന്നത്. 5 ഹുക്ക് 4 റോയിലായിട്ടുണ്ട്. അതായത് നമുക്ക് എത്രത്തോളം കംപ്രഷൻ വേണം, എത്രത്തോളം ഹൈ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ബാക്കിലും ടൈറ്റൻ ചെയ്യാൻ പറ്റും. അതായത് 3 ലെവൽ ടൈറ്റനിങ്, അതായത് 3 ലെവൽ കംപ്രഷൻ എഫക്റ്റ് നമുക്ക് ഈ ഒരു ബ്രായിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള ഏത് ലെവലിലുള്ള കംപ്രഷനാണോ, ലോ ഇമ്പാക്റ്റ് ആണോ വേണ്ടത്, മീഡിയം ആണോ വേണ്ടത്, ഹൈ ആണോ വേണ്ടത് അനുസരിച്ച് ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ട്രാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിൽ ഹുക്കിൻ്റെ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ മാനിക്വിനിൽ ഇട്ടേക്കുന്ന ഒരു ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായുടെ രീതിയിലാണ് ഇട്ടേക്കുന്നത്. അതായത് ഏറ്റവും മുകളിലുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു കളറ്, പിന്നെ ഈ ഒരു കളർ വരുന്നത്, പിന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു കളർ വരുന്നത്, പിന്നെ ഈ കളറിൻ്റെ പേര് സ്മോക്ക് കളർ എന്ന് പറയും. 4 കളർ ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ്. ഈ ഒരു മോഡൽ നമ്മളുടെ അവൈലബിൾ ആയിട്ട് BCDE കപ്പ്, അതായത് B മുതൽ E വരെയുള്ള കപ്പ് സൈസുകളിൽ അവൈലബിൾ ആണ്. 32 മുതൽ 40 വരെ, B മുതൽ E വരെയുള്ള കപ്പ് സൈസുകളിലെല്ലാം ഒരേ പ്രൈസാണ്. അതായത് 999 ആണ്. 999 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഒരു മോഡലിനൂടെ ഇങ്ങനെ ഒരു ബ്രാ വാഷ് ബാഗ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഹുക്കുണ്ട്, സിബുണ്ട്. സിബിൻ്റെ അകത്ത് നമുക്ക് ഹുക്കുള്ള ഏത് ഡ്രസ്സോ, അതായത് ബ്ലൗസോ അല്ലെങ്കിൽ ബ്രായോ ഒക്കെ ഇതിനകത്തിട്ട് ഇങ്ങനെ സിബ് ക്ലോസ് ചെയ്ത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ടാൽ വേറെ ഡ്രസ്സുകളിൽ ആ ഒരു ഹുക്ക് കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു അതായത് നമ്മൾ ഈ സ്പോർട്സ് ബ്രാ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബൗൺസിങ് എഫക്റ്റ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കേസുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞ ഒരിതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ കമ്പനി അവരുടെ ഒരു ഈ സ്പോർട്സ് ബ്രാ എങ്ങനെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്, അതായത് ബൗൺസിങ് എങ്ങനെയാണ് തടയുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്. അതും ഞാൻ ഈ ഒരു വീഡിയോയോടുകൂടി ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. വരുന്നതിന് മുമ്പ് താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല ടൗണിൽ MC റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, അതായത് മോറ്, ബാറ്റ, ബേബി കെയർ, ചിക്കിങ് എന്നീ സ്ഥാപനങ്ങളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതുകൂടാതെ നമുക്ക് കോട്ടയം, തെള്ളകം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നീ ടൗണുകളിലും ബ്രാഞ്ചസ് ഉണ്ട്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്പീഡ് പോസ്റ്റ് വഴി ഐറ്റം അയച്ചു തരുന്നതാണ്. സ്പീഡ് പോസ്റ്റിൽ അയക്കുന്ന സാധനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നേരിട്ട് കിട്ടും. ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഐറ്റം സെലക്ട് ചെയ്യാൻ വാട്സാപ്പ്, വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോളും ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.